പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നതിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. ഇതുവരെയായിട്ടും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. എന്നാൽ എന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തുക? ഇത് തന്നെയായിരിക്കും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ISLന്റെ മലയാളം കമന്റേറ്ററായ ഷൈജു ദാമോദരൻ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നത് കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രഖ്യാപനം എന്നുണ്ടാകുമെന്ന് ഇപ്പോൾ ഷൈജു ദാമോദരൻ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയാണ്. എന്നാൽ ആ മത്സരത്തിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന്റെ പേര് വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഷൈജു ദാമോദരൻ റിപ്പോർട്ട് ചെയ്തത്. അതായത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ പേര് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഷൈജു ദാമോദരൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. കൂടാതെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഇപ്പോൾ റൂമറുകളിലൊന്നും പ്രചരിക്കാത്ത ഒരു പരിശീലകനായേക്കാം ചിലപ്പോൾ വരിക എന്നതും അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ഡെസ് ബെക്കിംഗ്ഹാമിന് അവിടെ കൂടുതൽ സാധ്യതകൾ ഉണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഡെസ് ബെക്കിംഗ്ഹാമിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നൊരു കാര്യം മാർക്കസ് മുർഗുലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നൊന്നും ഇതുവരെയും വ്യക്തമല്ല. എന്തായാലും പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്റോണിയോ ലോപ്പസ് സെബാസ്റ്റ്യനാണ് കൂടുതൽ സാധ്യതകൾ.